ഹായ് ഫ്രണ്ട്സ്, എക്സോഡിവീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഊട്ടിയിലാണുള്ളത്. ഇപ്പൊ ഊട്ടിയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ രാവിലെ ഞാൻ നേരെ കുളിച്ച് റെഡിയായി. നല്ല തണുപ്പായിരുന്നു. എന്നാൽ ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം. അപ്പൊ ഇന്ന് കുറച്ചധികം ദൂരം കവർ ചെയ്യാനുണ്ട്. ആദ്യം നേരെ പോകുന്നത് ഇപ്പൊ ഞാൻ ഊട്ടിയിൽ നേരെ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പോയിട്ട് ഇവിടുന്ന് 53 കിലോമീറ്റർ ഉണ്ട് കിന്നക്കോരയ്ക്ക്. അവിടെ പോയിട്ട് തിരിച്ച് ഊട്ടിയിൽ വന്നിട്ട് പിന്നെ വീണ്ടും പൈക്കര വാട്ടർഫോൾസ്, പൈൻ ഫോറസ്റ്റ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് വേണ്ടത് തിരിച്ചു വന്നിട്ട് എനിക്ക് പോകാനുള്ളത് മസനഗുഡി റൂട്ടിലാണ്. മസനഗുഡി ടു ഊട്ടി 30 കിലോമീറ്റർ ആണ്. അപ്പൊ ജസ്റ്റ് അവിടെയും പോകണം. എല്ലാം ഇന്നുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മുടെ ഈ കസ്തൂരി ലോഡ്ജ് എന്ന് പറയുന്ന ഈ ലോഡ്ജിലാണ് കേട്ടോ താമസിച്ചത്. ഇതാണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ. ഇവിടെ 9 മണിക്കാണ് ഇപ്പൊ അടുത്ത ഫസ്റ്റ് ട്രെയിൻ വരുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ, ഊട്ടി ടൗണിന്റെ അവിടെ ചേർന്ന് തന്നെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്ന സ്ഥലം. ഇതാ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ്. ഇതാണ് ഊട്ടി ടൗണിന്റെ മെയിൻ സ്ക്വയർ. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ അവിടെ ഇങ്ങോട്ടേക്ക് പോകുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെയൊക്കെ നല്ല റഷാണ്. അത്യാവശ്യം നല്ല വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതായത് ഈ റോഡ് അങ്ങോട്ട് പോയാൽ. നമ്മളിതാ ഇപ്പോൾ ഊട്ടിയിലെത്തി രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഊട്ടി ടൗണിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് രാവിലെ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഞാൻ എന്തായാലും പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഊട്ടിയിൽ പകൽ സമയത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ പകൽ സമയം വലിയ ചൂട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ചൂടില്ല എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഈ തണുപ്പിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ രാത്രി സ്റ്റേ ചെയ്യണത് കുറച്ച് ടാസ്ക്കാണ്. വെയിലും ഇല്ല, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം തണുപ്പ്. പകൽ സമയത്ത് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നല്ല വെയിലടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണത് നേരെ ഊട്ടിയിലെ ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്കാണ്, റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇച്ചിരി എന്ന് വെച്ചാൽ നല്ല പാടാണ്. അതുകൊണ്ട് പിന്നെ ടോയ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം പിന്നീട് ഒരിക്കൽ അടുത്ത തവണ വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ എന്തായാലും ഓൾറെഡി ബുക്കിംഗ് ചെയ്യല ഫുള്ളായിട്ടുണ്ട് ഇന്ന് നാളെയൊക്കെ. പിന്നെ ആകെപ്പാടെ ഒരു ബോഗിയിലെ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അത് എടുക്കാൻ വേണ്ടി ഒരു ലോഡ് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിനുവേണ്ടി നമ്മൾ സമയം കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രെയിൻ വരാനായിട്ട് ഇനിയും അരമണിക്കൂറിന് മേലെ സമയമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നാളെ വന്നിട്ട് ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്ന് എന്തായാലും നേരെ കിന്നക്കോരയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം വൈകും. അപ്പോൾ ടോയ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. കാരണം എന്തായാലും കിന്നക്കോരയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ ഇനി നേരെ കിന്നക്കോര ട്രിപ്പിലേക്ക് കിടക്കാം. ഇപ്പോൾ സമയം 8:45. ഞാൻ നേരെ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഊട്ടിയിലെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. രാവിലെ ഊട്ടിയിലുള്ള ഏത് റൂട്ട് പോയാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റൈഡാണ് നമുക്ക് ഊട്ടിയിലെന്ന് വെച്ചാൽ. അതിരാവിലെ നല്ല തണുപ്പുണ്ട്. പിന്നെ കാറ്റടിക്കുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടാണ് പോകുന്നത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കിന്നക്കോരയിലേക്ക് ഊട്ടിയിൽ നിന്ന് 53 കിലോമീറ്റർ ഉണ്ട്. ഈ പോകുന്ന വഴി അത്രയും നമുക്ക് കാണേണ്ടത് ഈ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഹൈ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് മലയോര ഗ്രാമങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ഈ കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലം ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ വഴിയൊക്കെ നല്ല ഇടുങ്ങിയതാണ്. ഒരു വലിയൊരു ബസ്സിന് പോകാൻ കണക്കിനുള്ള വഴിയൊക്കെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുക. അതുപോലെ തന്നെ കുറേ സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടും കാടാണ്. ഓൾമോസ്റ്റ് ഒരു 20 കിലോമീറ്ററോളം ഫുള്ള് നമ്മൾ ഉൾക്കാടിനകത്തൂടെയാണ്. അത് ഉൾക്കാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാട്ടുപോത്തും അതുപോലെ തന്നെ മാനും അങ്ങനെയുള്ള ഐറ്റംസും അങ്ങനെയുള്ള കാട്ടുജീവികളൊക്കെ കാട്ടുപന്നികളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് കിന്നക്കോര വരുന്ന റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് ജനവാസ മേഖലയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടെങ്കിലും നല്ലൊരു റിമോട്ടായിട്ടുള്ള ഒരു കാടിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. എങ്ങും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലനിരകളൊക്കെയാണ് കാണുന്നത്. കിന്നക്കോര വരുന്നത് സത്യം പറഞ്ഞാൽ അട്ടപ്പാടി ഫോറസ്റ്റ് റേഞ്ചിൻ്റെ അടുത്തായിട്ടാണ്. അതായത് കേരള ബോർഡറിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കിന്നക്കോര എന്ന് പറയുന്ന ടൗണ് അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ പോകുന്നതൊക്കെ പക്ഷേ തമിഴ്നാട് റൂട്ടാണ്. തമിഴ്നാട് വഴി മാത്രമേ റൂട്ടുള്ളൂ. ഈ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഈ ഒരു വലിയ ബസ്സിന് പോകാൻ പറ്റുന്നൊരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല രസമാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ. നല്ലൊരു ക്ലൈമറ്റാണ്. നമ്മൾ വരുന്ന സമയത്തൊക്കെ ഊട്ടിയിൽ വന്ന സമയത്തൊക്കെ ഇന്നലെ ആയപ്പോലും ഒട്ടും മഞ്ഞില്ല, ഒട്ടും കോടമഞ്ഞൊന്നും ഇല്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു 10:30 മണി സമയത്തിനാണ്. ഇനിയും ഒരു 15-18 കിലോമീറ്ററോളം ഉണ്ട് കിന്നക്കോരയ്ക്ക്. അപ്പോൾ ഇവിടെ തേയില തോട്ടമൊക്കെ കണ്ടിട്ട് തേയില പറിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. കൊള്ളാം.
ബസ്സിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ബസ് റൂട്ടൊക്കെ ഉള്ളതാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. അവിടെ ആയിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ വീടൊക്കെ വെച്ച് താമസിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. നല്ലൊരു വൈബാണ്. ഫുള്ള് കാടിൻ്റെ കാടിൽ നിന്നിങ്ങനെ മലയുടെ മേളിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മഞ്ഞ് ഒത്തിരി അങ്ങനെ കോടമഞ്ഞൊന്നും പറയാനില്ല, ലൈറ്റായിട്ട് ചെറിയൊരു മഞ്ഞൊക്കെ ഉള്ളൂ. അങ്ങനെ 10-20 കിലോമീറ്ററോളം ഞാനിപ്പോൾ ഒറ്റയ്ക്കായിരുന്നു സഞ്ചരിച്ചത്. കൂടെ ആൾക്കാരൊന്നും ഈ റോഡിലൊന്നും ഇല്ലായിരുന്നു. അവസാനം കണ്ടില്ലേ, കേരളത്തിൽ നിന്നുള്ള കുറച്ച് കപ്പിൾസിനെയൊക്കെ ഞാനിപ്പോൾ മീറ്റ് ചെയ്തു. ഒരു 4 കപ്പിൾസുണ്ട്. അപ്പോൾ അവരാണ് കുറേ നേരത്തേക്ക് ശേഷം എനിക്ക് കണ്ടുമുട്ടാൻ പറ്റിയത്. നല്ല വൈബുള്ള പിള്ളേരായിരുന്നു. ഇവരാണ് എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് ഹെൽപ്പ് ചെയ്തത്. അപ്പം നല്ല ഒരു അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ് നമുക്ക് നമ്മുടെ കേരളത്തിലെ മൂന്നാറിനെയും അതുപോലെ തന്നെ വയനാടിനെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. നല്ല ലാൻഡ്സ്കേപ്പുള്ള സ്ഥലമാണ്, നല്ല റോഡും. കിന്നക്കോരയ്ക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ്ട് 2 റൂട്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇനി ഒരു 16 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നേരെ കിന്നക്കോരയാവും കേട്ടോ. നല്ല രസമുണ്ട്. കൂടെ തൃശ്ശൂരിൽ നിന്ന് വന്ന 4 ബൈക്കേഴ്സിനും കൂടെ പരിചയപ്പെട്ടു. കപ്പിൾസായിട്ട് അവർ വന്നേക്കണം. അങ്ങനെ ഞാൻ തേയിലത്തോട്ടമൊക്കെ പിന്നിട്ട് ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടാണ് കിന്നക്കോരിലേക്കുള്ള പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാടിൻ്റെ ഏരിയ തുടങ്ങുന്നത്. അവിടെയാണ് കൂടുതലും മഞ്ഞൊക്കെ ഉള്ള സ്ഥലം. മഞ്ഞ് കാലത്ത് മഞ്ഞൊക്കെ ഉള്ള സ്ഥലവും നല്ല വിജനമായിട്ടുള്ള കാടും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലാണ് കേട്ടോ. കിന്നക്കോര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ റൂട്ട്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് പോലും നമുക്ക് സൂര്യപ്രകാശം തറയിലേക്ക് എത്താത്ത തരത്തിലുള്ള അത്രയും ഒരു വിജനമായിട്ടുള്ള ഒരു പ്രദേശം എന്നാണ് വിശേഷിപ്പിക്കുന്നത് പലരും. കാരണം ശരിയാണ്, ഇപ്പം നമുക്ക് മഞ്ഞില്ല എന്നുള്ളൂ. മഞ്ഞ് കാലത്തൊക്കെ ആണ് നമ്മളിത് വഴി വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങേറ്റം ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങേറ്റം പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഏരിയയിലൊക്കെ, ഈ ഒരു റൂട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. റൈഡേഴ്സിന് അങ്ങേറ്റം ആസ്വദിക്കാൻ പറ്റുന്ന റൂട്ട് തന്നെ കേട്ടോ. അധികം വീതിയൊന്നും ഇല്ലാത്ത റൂട്ട്. ഈ സമയം അത്രയും എനിക്ക് വേണ്ടി വീഡിയോസൊക്കെ എടുത്തുതന്ന് എൻ്റെ പുറകെ വരുന്ന വണ്ടിയിലുള്ള പിള്ളേരെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു കാട്ടുപോത്തിനെ നമ്മൾ കണ്ടു. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ കണ്ടതിൻ്റെ ആ ഒരു കൗതുകത്തിൽ ഞാൻ ജസ്റ്റ് നിന്നു. പിന്നെ ജസ്റ്റ് അതിനെ കണ്ട് ഒരുപാട് അങ്ങനെ ശല്യം ചെയ്യുന്നതും ശരിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ പാസ് ചെയ്ത് പോയി. നല്ല ഭംഗിയുള്ളൊരു കാട്ടുപോത്ത്. വേറെ ഉപദ്രവകാരിയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നമ്മൾ പെട്ടെന്ന് പോയി. കണ്ടില്ലേ, ഈ സമയത്ത് വെയിൽ ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. പിന്നീട് നമ്മൾ പോകുന്ന വഴിയിൽ അത്രയും നമ്മൾ കാട്ടുപോത്തിനെയും കണ്ടു നമ്മൾ. പക്ഷെ അത് റോഡിൻ്റെ സൈഡിലല്ലാത്തതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കിന്നക്കോര എത്തിയിട്ടുണ്ട്. അതായത് കുട്ടിയിൽ നിന്ന് ഒരു 53 കിലോമീറ്റർ സഞ്ചരിച്ചത് കിന്നക്കോരയുള്ള സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു 500 താഴെ മാത്രം കുടുംബങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെന്താ കിന്നക്കോര എത്തി. ഇവിടെ കാണാനായിട്ട് വരുന്നില്ല. നമ്മൾ കിന്നക്കോര ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 600 മീറ്റർ മാറിക്കഴിഞ്ഞാൽ കേരള ബോർഡറായി. പക്ഷെ നമുക്ക് വഴിയില്ല. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിന്നക്കോരയാണ്. ഇനി ഈ റൂട്ടിൽ, അതായത് ഈ റൂട്ടിൽ ഒരു 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുന്ദ ഡാമിൻ്റെ വ്യൂ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ കിന്നക്കോര വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൗണിൽ കാണാനായിട്ട് പ്രത്യേക കാഴ്ചകളൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളല്ല ടൂറിസ്റ്റുകളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് വരുന്ന വഴിക്കുള്ള കാടിൻ്റെ ആ ഒരു വൈബൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കിന്നക്കോരയിൽ നിന്നൊരു 300 മീറ്റർ മാറിയാണ്. അതായത് കേരള തമിഴ്നാട് കറക്റ്റ് ബോർഡറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അല്ല, കിന്നക്കോര ഗ്രാമം തന്നെയാണത്. തമിഴാണ് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ആൾക്കാരൊക്കെ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന വഴിയിലുള്ള റൂട്ടാണ് നമുക്ക് ഏറ്റവും മെയിൻ. അല്ലാതെ കിന്നക്കോര എന്ന് പറഞ്ഞാൽ ടൗണിൽ പ്രത്യേകിച്ച് ഒരു കാഴ്ചകളും കാണാനില്ല. കിന്നക്കോര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കാത്തത്. കാരണം അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചകളില്ല. 1-2 ചെറിയ ചായക്കടകൾ മാത്രമുണ്ട്. പിന്നെ ഒരു സ്കൂളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള 1-2 കാഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാനുള്ള വഴി തന്നെ
അങ്ങേയറ്റം ദുർഘടമായിട്ടുള്ള വഴിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടേക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ജസ്റ്റ് ഡാമിൻ്റെ വ്യൂ പോയിന്റ് പോലും ഞാൻ കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല. അത്രത്തോളം ബാഡായിരുന്നു അവിടുത്തെ വഴിയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയില്ല. ഉടനെ തന്നെ ഇറങ്ങി തിരിച്ചിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കുള്ള ഈ ഒരു തണുപ്പും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു കാടിൻ്റെ അന്തരീക്ഷവും തേയിലത്തോട്ടവും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എല്ലാവരും കിണ്ണക്കോര എന്നുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലാതെ റീൽസിലുള്ള പോലെ പ്രത്യേകിച്ച് കിണ്ണക്കോര എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ടേക്ക് വരരുത്. അവിടെ ചെന്നെത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാണാൻ ഒന്നുമില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വഴി, ഈ റൂട്ട് നല്ല നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റൈഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ബൈക്കിൽ തന്നെ വരിക, കാറിൽ വരുന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടണമെന്നില്ല. ബൈക്കിൽ ഓൾമോസ്റ്റ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല മഞ്ഞുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് എത്താൻ നോക്കുക, എങ്കിലും നമുക്ക് ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസംബർ ലാസ്റ്റോ ജനുവരി ആദ്യമോ ആയിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആരും മിസ് ചെയ്തേക്കരുത്. നമ്മൾ മസനഗുഡി റൂട്ടിലാണ് അടുത്ത യാത്ര ചെയ്യാൻ പോകുന്നത്.